സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത് വെളിപാട് പുസ്തകത്തെക്കുറിച്ചാണ്. ബൈബിളിൽ പുതിയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് വെളിപാട്. ഈ പുസ്തകം അപ്പോക്കലിപ്സിൻ്റെ പുസ്തകം അല്ലെങ്കിൽ യോഹന്നാൻ്റെ അപ്പോക്കലിപ്സ് എന്നും അറിയപ്പെടുന്നു. ഗ്രീക്കിൽ എഴുതിയ ഇതിൻ്റെ തലക്കെട്ട് വാചകത്തിൻ്റെ ആദ്യ പദമായ അപ്പോക്കലിപ്സിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്, അതായത് വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അനാവരണം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലേക്ക് നയിക്കുന്ന സംഭവങ്ങളെ ഇത് രേഖപ്പെടുത്തുന്നു. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഭാവിയിലേക്ക് വെളിപാട് പുസ്തകത്തിൻ്റെ പ്രവചന ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ട ആദ്യത്തെ ശബ്ദം: ഇവിടെ കയറി വരിക, ഇനിമേൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതിന് റോമൻ അധികാരികളാൽ നാടുകടത്തിയതിനു ശേഷം പത്മോസ് ദ്വീപിൽ AD 68-69 കാലഘട്ടത്തിലാണ് അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാൻ ഈ പുസ്തകം എഴുതിയത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് പീഡനം നേരിടുന്ന ക്രിസ്ത്യാനികൾക്ക് പ്രത്യാശയും പ്രോത്സാഹനവും നൽകുന്നതിനാണ് ഈ പുസ്തകം എഴുതിയത്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ വിശുദ്ധ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ 3 വിഭാഗത്തിലുള്ള സംഭവങ്ങളുണ്ട്. യോഹന്നാൻ ഇതിനകം കണ്ട കാര്യങ്ങൾ, അതായത് ലോകത്തിൽ ഇതിനകം നിലവിലുള്ള സാഹചര്യങ്ങൾ, ഭാവി സംഭവങ്ങൾ. ഈ ഭാവി സംഭവങ്ങളെ 4 പ്രധാന വിഭാഗങ്ങളായി വിവരിച്ചിരിക്കുന്നു: 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ഇടിമുഴക്കങ്ങൾ, 7 കലശങ്ങൾ. ഇനി നമുക്ക് 7 മുദ്രകളെക്കുറിച്ച് പറയാം. മുദ്രകൾ അർമഗദോനിലും യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിലും അവസാനിക്കുന്ന സംഭവമാണ്. യേശുവിൻ്റെ രണ്ടാം വരവിന് 3 വർഷം മുൻപ് സ്വർഗത്തിൽ നടക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് വെളിപാട് 12-ാം അധ്യായം വിവരിക്കുന്നു. വരാനിരിക്കുന്ന ഏകലോക ഗവൺമെൻറ്, ഏകലോക മതം, ആഗോള സാമ്പത്തിക വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് വെളിപാട് പുസ്തകം 13-ാം അധ്യായം പ്രവചിക്കുന്നു. എതിർ ക്രിസ്തുവുമായി സഖ്യത്തിലാകുന്ന വ്യാജ മതവ്യവസ്ഥകളുടെ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണം വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും അടങ്ങിയിരിക്കുന്നു. അനുഗ്രഹവും ശാപവും. ബൈബിളിലെ വചനങ്ങൾ പാലിക്കുന്നവർക്ക് ഒരു അനുഗ്രഹവും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവർക്കൊരു ശാപവും എന്ന നിലയിൽ അവസാനിക്കുന്ന ഒരേ ഒരു പുസ്തകം വെളിപാടാണ്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നവരും ഭാഗ്യവാന്മാർ, കാരണം സമയം അടുത്തിരിക്കുന്നു. ഈ വചനങ്ങളോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ ദൈവം അവൻ്റെ മേൽ വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും നീക്കിയാൽ ജീവപുസ്തകത്തിൽ നിന്നും വിശുദ്ധ നഗരത്തിൽ നിന്നും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവൻ്റെ പങ്ക് ദൈവം നീക്കും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ കാണുന്ന തലമുറയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും. നാം അന്ത്യകാലത്താണെന്ന് ബൈബിൾ നമുക്ക് വിശ്വസനീയമായ അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. യേശു പറഞ്ഞു, അതുപോലെ നിങ്ങളിതെല്ലാം കാണുമ്പോൾ അതടുത്ത് വാതിൽക്കൽ തന്നെയാണെന്നറിയുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നുപോകുകയില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് ആ ഭാഗം ഒന്ന് ഞാൻ വായിക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവൻ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പുള്ളതായി ഇതളർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെ ഞാൻ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. പ്രിയമുള്ളവരെ, യേശു പ്രവചിച്ച കാര്യങ്ങൾ സംഭവിക്കുന്ന തലമുറ, ഇവയുടെ നിവൃത്തി ഇപ്പോൾ നാം
സാക്ഷ്യം വഹിക്കുകയാണ്. വെളിപാട് പുസ്തകത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൻ്റെ മുഴുവൻ പ്രമേയവും, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് രേഖപ്പെടുത്തുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, എല്ലാ കണ്ണുകളും അവനെ കാണും. 2-ാമത്തെയും 3-ാമത്തെയും അധ്യായങ്ങളിൽ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതിയ പ്രത്യേക സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ പ്രവാസത്തിൽ നിന്ന് മോചിതനായ ശേഷം അദ്ദേഹം ഈ സഭകളുടെ മേൽനോട്ടക്കാരനായി ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുത്തു. വെളിപാട് 4:5 നമുക്ക് സ്വർഗത്തിൻ്റെ ഒരു ദർശനം ലഭിക്കുകയും സ്വർഗത്തിൽ ഇരിക്കുന്നവനെ ആരാധിക്കുന്നത് കാണുകയും ചെയ്യുന്നു. ചുരുൾ തുറക്കുവാനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുവാനും ആരാണ് യോഗ്യൻ എന്ന നിലവിളി പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു. സിംഹാസനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നവരെ സ്വർഗത്തിലും ഭൂമിയിലും എല്ലായിടത്തും ചുരുൾ തുറക്കാൻ യോഗ്യനായ ഒരുത്തിനെയും കണ്ടില്ല. വെളിപാട് 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്രകൾ അഴിച്ചു. അപ്പോക്കലിപ്സിലെ 4 കുതിരക്കാരെയും യാഗപീഠത്തിന് കീഴിലുള്ള ആത്മാക്കളെയും ഒരു ചുരുൾ പോലെ സ്വർഗങ്ങളെയും വെളിപ്പെടുത്തുന്നു. വെളിപാട് 7-ാം അധ്യായത്തിൽ 144,000 പേരെ വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതായി മുദ്രയിടുന്നതിനെ നാം കാണുന്നു. അധ്യായത്തിൻ്റെ പിന്നീടുള്ള ഭാഗം മഹാകഷ്ടത്തിൽ നിന്ന് പുറത്തു വന്നവരെ വിവരിക്കുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിച്ചവർ. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 6 കാഹളങ്ങളിൽ 5 ജനതകളുടെ മേൽ വലിയ വിപത്തുകൾ ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തുന്നു. പക്ഷേ ആളുകൾ ഇപ്പോഴും മാനസാന്തരപ്പെടുന്നില്ല. വെളിപാട് 11-ാം അധ്യായം 15-ലെ 7-ാമത്തെ കാഹളം മുഴക്കൽ ഈ ലോകത്തിലെ രാജ്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രാജ്യങ്ങളായി മാറുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു. ഇതിൽ അർമഗദോൻ യുദ്ധം, ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവും ഉൾപ്പെടുന്നു. ഈ സമയത്ത് മനുഷ്യർ ഒടുവിൽ അനുദപിക്കുകയും ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 52-ാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന അവസാനത്തെ കാഹളം ആണ് ഈ 7-ാമത്തെ കാഹളം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ആ ഭാഗമൊന്ന് ഞാൻ വായിക്കാം. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അടുത്തതായി വെളിപാട് പുസ്തകം 12-ാം അധ്യായം തലയിൽ 12 നക്ഷത്രങ്ങളുള്ള ഒരു സ്ത്രീയെ ചിത്രീകരിച്ചിരിക്കുന്നു. ജനിച്ചയുടനെ കുട്ടിയെ വിഴുങ്ങുവാൻ സാത്താൻ എന്ന മഹാസർപ്പം സ്ത്രീയുടെ മുന്നിൽ നിൽക്കുന്നു. ആ സ്ത്രീ ഇസ്രായേലാണ്. 12 നക്ഷത്രങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. കുട്ടി യേശുവാണ്. യേശു ജനിച്ചയുടനെ മഹാനായ ഹെരോദേവ് ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നിരുന്നാലും രാജാവ് പരാജയപ്പെട്ടു. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലെ വിവരണം 2000 വർഷം പിന്നിടുന്നു. സാത്താൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു, പക്ഷേ പരാജയപ്പെടുന്നു. സാത്താനെയും തൻ്റെ ദൂതന്മാരോടൊപ്പം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ഭൂമിയിൽ ഒതുക്കുകയും ചെയ്യുന്നു. തുടർന്ന് മഹാസർപ്പം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു. എന്നാൽ ഇസ്രായേലിനെ ഒരു വലിയ കഴുകൻ്റെ ചിറകുകൾ സംരക്ഷിക്കുന്നു. എതിർ ക്രിസ്തു നയിക്കുന്ന ലോക സാമ്രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായ ഒരു മൃഗം കടലിൽ നിന്ന് ഉയർന്നു വരുന്നു. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്നു. കുഞ്ഞാടായി പ്രത്യക്ഷപ്പെടുന്നു, പക്ഷേ പിശാചിനെ പോലെ സംസാരിക്കുന്നു. വ്യാജപ്രവാചകനായ ഈ 2-ാമത്തെ മൃഗം ഭൂമിയിലെ ജനങ്ങളെ എതിർ ക്രിസ്തുവിനെ ആരാധിക്കാൻ സ്വാധീനിച്ചുകൊണ്ട് അവരെ വഞ്ചിക്കുന്നു. വെളിപാട് 13-ാം അധ്യായം എതിർ ക്രിസ്തുവിനെയും അവൻ്റെ ഏകലോക ഗവൺമെൻറ്റിനെയും ചിത്രീകരിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ മതപങ്കാളിയായ വ്യാജപ്രവാചകനെയും വിവരിക്കുന്നു. അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് മൃഗത്തിൻ്റെ മുദ്ര എന്ന് വിളിക്കപ്പെടുന്ന അന്ത്യകാല സാമ്പത്തിക വ്യവസ്ഥയെ വിവരിച്ചിരിക്കുന്നു. വെളിപാട് പുസ്തകം 14-ാം അധ്യായം. വെളിപാട് പുസ്തകം 14-ലെ 144,000 പേർ വീണ്ടെടുക്കപ്പെട്ടവരും കളങ്കമില്ലാത്തവരും കുറ്റമറ്റവരും ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരുമാണ്. മഹാബാബിലോൺ ലോകം മുഴുവൻ ആത്മീയ വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിച്ചതിനാൽ അത് വീണുപോയി എന്ന് വെളിപാട് 14-ന്റെ 8-ൽ പ്രഖ്യാപിക്കുന്നു. ഭൂമിയിലെ വിളവ് കൊയ്യുന്നതിനെക്കുറിച്ചാണ് അധ്യായം 14 പറയുന്നത്. സഭയുടെ ഉൽപ്രാപണം. വെളിപാട് 15-ാം അധ്യായം. അവസാനത്തെ 7 ബാധകളുള്ള 7 ദൂതന്മാരെ വെളിപാട് 15-ൽ വെളിപ്പെടുത്തുന്നു.
ഈ ബാധകളിൽ ദൈവത്തിൻ്റെ കോപം നിറഞ്ഞിരിക്കുന്നുവെന്ന് ആ ഭാഗത്തിൽ പറയുന്നു. വെളിപ്പാട് 16 ഈ അധ്യായം അവസാനത്തെ 7 ബാധകളുടെ, അതായത് കലശങ്ങൾ ഒഴിക്കൽ, രേഖപ്പെടുത്തുന്നു. 12 മുതൽ 16 വരെ വാക്യങ്ങൾ അർമഗദോൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ രേഖപ്പെടുത്തുന്നു. വെളിപാട് പുസ്തകം 16 മുതൽ 19 വരെ വാക്യങ്ങളിൽ അർമഗദോനെയും മിസ്റ്ററി ബാബിലോൺ എന്ന് വിളിക്കപ്പെടുന്ന വ്യാജ മതവ്യവസ്ഥയുടെ ന്യായവിധിയെയും പരിചയപ്പെടുത്തുന്നു. ദൈവം വ്യാജമതത്തെ വളരെയധികം വെറുക്കുന്നതിനാൽ 17-18 അധ്യായങ്ങൾ മഹാവേശ്യ എന്ന മിസ്റ്ററി ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരു സഭയെ പ്രതീകപ്പെടുത്താൻ ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നു. യഥാർത്ഥ സഭയെ പ്രതീകപ്പെടുത്താൻ ഒരു കന്യകയെയും, അന്ത്യകാലത്തെ സഭയെ വ്യാജ വിട്ടുവീഴ്ച ചെയ്ത സഭയെ പ്രതീകപ്പെടുത്താൻ ഒരു വേശ്യയെയും ഉപയോഗിക്കുന്നു. വെളിപ്പാട് 19 അധ്യായത്തിൽ വ്യാജ സഭയ്ക്കെതിരായ ന്യായവിധിയെക്കുറിച്ച് 2 അധ്യായങ്ങൾ ചെലവഴിച്ച ശേഷം ദൈവം യഥാർത്ഥ സഭയുമായുള്ള തൻ്റെ വിവാഹത്തെ വിവരിക്കുന്നു. നമുക്ക് സന്തോഷിക്കുകയും അവനെ ബഹുമാനിക്കുകയും ചെയ്യാം. കുഞ്ഞാടിൻ്റെ വിവാഹം വന്നിരിക്കുന്നു. അവൻ്റെ മണവാട്ടി തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അതിനുശേഷം അർമഗദോൻ യുദ്ധം ചെയ്യാനും യേശുവിൻ്റെ രാജ്യം സ്ഥാപിക്കാനും യേശു ഭൂമിയിലേക്ക് വരുന്നു. വെളിപാട് പുസ്തകം 20 അധ്യായം. അർമഗദോൻ യുദ്ധത്തിന് ശേഷം അടുത്ത 1000 വർഷത്തേക്ക് സാത്താൻ ബന്ധിതനാണ്. 1000 വർഷത്തെ കാലയളവ് അവസാനിച്ചതിന് ശേഷം ജനതകളെ വീണ്ടും വഞ്ചിക്കാൻ സാത്താനെ വിട്ടയക്കും. ഒടുവിൽ സാത്താനെ തീപ്പൊയ്കയിലേക്ക് എറിയുന്നു. എന്നേക്കുമായി ദണ്ഡിക്കപ്പെടും. അന്തിമ ന്യായവിധിക്കായി പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നു. എല്ലാവരും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെടുന്നു. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരുകൾ എഴുതിയിട്ടില്ലാത്തവരെ തീപ്പൊയ്കയിലേക്ക് എറിയുന്നു. അവിടെ സാത്താനും അവൻ്റെ ദൂതന്മാരും നിത്യദണ്ഡനത്തിലാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താനുള്ള ഏക മാർഗം വീണ്ടും ജനിക്കുക എന്നതാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 2:28 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട പാപമോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും എന്ന് പറഞ്ഞു. വെളിപ്പാട് 21 അധ്യായം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമെന്ന് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ മണവാട്ടിയാണ് പുതിയ യെരുശലേം എന്ന് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് പുതിയ യെരുശലേമിനെ കുറിച്ച് വളരെ വിശദമായി വിവരിച്ചിരിക്കുന്നു. വെളിപാട് പുസ്തകം 22 അധ്യായം. വെളിപാടിൻ്റെ ഈ അവസാന അധ്യായം മുഴുവൻ പുസ്തകത്തിൻ്റെയും ലക്ഷ്യത്തെ സംഗ്രഹിക്കുന്നു. പുതിയ യെരുശലേമിൽ ഉണ്ടാകാൻ പോകുന്ന ജീവജല നദിയെയും ജീവവൃക്ഷത്തെയും ഇത് വിവരിക്കുന്നു. വെളിപാട് പുസ്തകത്തിലെ വാക്കുകൾ കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്നും ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു ഇരട്ട മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളോട് ആരെങ്കിലും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ ദൈവം ആ വ്യക്തിക്ക് വരുത്തും. വെളിപാട് പുസ്തകത്തിൽ നിന്ന് ആരെങ്കിലും വചനം എടുത്തു കളഞ്ഞാൽ ദൈവം അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് എടുത്തു കളയും. ഒടുവിൽ ഈ അവസാന അധ്യായത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് 3 തവണ പറഞ്ഞുകൊണ്ട് ദൈവം വെളിപാട് പുസ്തകത്തിൻ്റെ കേന്ദ്ര സന്ദേശത്തിന് ഊന്നൽ നൽകുന്നു. വെളിപാട് പുസ്തകം 22 അധ്യായത്തിലെ 18 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയുന്നു. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്ന എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.